അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, പടച്ചവനെ ഞങ്ങൾക്ക് നീ റമളാൻ ഒന്ന് എത്തിച്ചു തരണേ റബ്ബേ, അല്ലെങ്കിൽ റമളാനിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിച്ചു തരണേ റബ്ബേ. നമ്മളൊക്കെ ദ്വാരുന്നു അല്ലേ? അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിലേക്ക് എത്തുക എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്. റമളാനിലേക്ക് എത്തുക എന്നത് തന്നെ വലിയ ഒരു സൗഭാഗ്യമാണ്. ചിലർക്ക് റമളാൻ കിട്ടൂല. റമളാൻ എത്തുന്നതിന് മുന്നേ അവർ ഖബർ ജീവിതത്തിലേക്ക് അഥവാ മരണത്തിന്റെ പിടിയിൽ അകപ്പെട്ട് പോകാറുണ്ട്. ഇനി റമളാനിൽ എത്തിയാൽ തന്നെയോ നമ്മളൊക്കെ ദുആറുന്നത് അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ വഇക്താരിസ് സ്വലവാതി അലാ സയ്യിദി വൽദി അദ്നാൻ അനാ അൽ-ലൈലി വഅത്റാഫൻ നഹാരി യാ റബ്ബൽ ആലമീൻ. റബ്ബേ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിയാൽ തന്നെ പടച്ച റബ്ബേ, ആ റമളാൻ മാസത്തിൽ നല്ല രൂപത്തിൽ നോമ്പെടുക്കാനും തറാവീഹ് നിസ്കരിക്കാനും അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നുകൂടി നമ്മൾ റബ്ബിനോട് ആവശ്യപ്പെട്ടു ദുആ ചെയ്തു. കാരണം റമളാനിൽ എത്തിയാൽ മാത്രം പോരാ, ആ റമളാനിൽ നോമ്പെടുക്കാൻ കൂടി നമുക്ക് കഴിയണം. അപ്പോഴല്ലേ റമളാൻ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ, അപ്പോഴല്ലേ നമുക്ക് റമളാൻ കൊണ്ട് നമുക്ക് ഫലങ്ങളുള്ളൂ. നമ്മുടെ മുമ്പില് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. നല്ല ബിരിയാണി ഉണ്ട്, അതുപോലെ മറ്റ് നമുക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൊതിച്ച സർവ ആഹാര വിഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വിളമ്പി വെച്ചിട്ടുണ്ട്. ഒരുപാട് പല സൈസ് തന്നെ ആഹാരങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി മേശയുണ്ട്, ഇരിക്കാൻ വേണ്ടി നമുക്ക് കസേരയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ നമ്മൾ ആ ആഹാരത്തിന്റെ മുമ്പിലേക്ക് ചെന്നിരുന്നപ്പോഴാണ് ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തുപോയത്. എന്താണ്? നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങളൊന്നും പറ്റൂല. പിന്നെന്താണ്? ഉപ്പിടാത്ത കഞ്ഞി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മറ്റ് ആഹാരങ്ങളൊന്നും നിങ്ങൾക്കിപ്പോ ഉപയോഗിച്ചുകൂടാ. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജീവഹാനി നിങ്ങൾക്ക് സംഭവിക്കും എന്ന് ഡോക്ടർ പറഞ്ഞത് ഞാൻ ആലോചിച്ചു പോയി, ഓർത്തുപോയി. അപ്പൊ പിന്നെ എനിക്ക് എന്ത് പറ്റൂല? ഈ ഭക്ഷണങ്ങളൊന്നും ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് എനിക്ക് കഴിക്കാൻ കഴിയുമോ? ഇല്ല. മറ്റുള്ളവരൊക്കെ കഴിക്കുന്നു, ഞാൻ അതിങ്ങനെ നോക്കിയിരിക്കുന്നു എന്നല്ലാതെ ഈ ആഹാരങ്ങൾ എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല. എന്റെ ശരീരത്തിന്റെ ആരോഗ്യ അവസ്ഥ അല്ലെങ്കിൽ രോഗ അവസ്ഥ എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഒരു നിപുണനായ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനതൊക്കെ കഴിച്ചാൽ എനിക്ക് ജീവഹാനി വരെ സംഭവിച്ചു പോയേക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ പരിശുദ്ധമായ റമളാൻ ഷരീഫ് കടന്നു വന്നു. ആ റമളാനിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. ആ റമളാൻ സ്വർഗങ്ങൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടോ സർവ നന്മകളും റബ്ബ് ചൊരിച്ചുകൊണ്ടിരിക്കുന്നു. 30 ദിവസത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്നാമത്തെ ഭാഗം അല്ലാഹു തആല റഹ്മത്തിന്റെ ഭാഗമാക്കി മാറ്റി, രണ്ടാമത്തെ ഭാഗം മഗ്ഫിറത്തിന്റെ ഭാഗമാക്കി മാറ്റി, മൂന്നാമത്തെ ഭാഗം നരകമോചനത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഇങ്ങനെ റമളാൻ 30 ദിവസത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 ഇങ്ങനെ വേർതിരിച്ച് ഓരോ 10കളിലും വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചൊരിഞ്ഞു തന്നു. പക്ഷേ ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ, ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ, ഇതൊന്നും റബ്ബിനോട് ചോദിക്കാൻ കഴിയാതെ ചിലർ രോഗത്തിലായി പോയി, മറ്റു ചിലർ നോമ്പെടുക്കാൻ
ഭാഗ്യം ലഭിച്ചില്ല. ഇന്നലകളിൽ പേക്കൂത്തുകളായി നടന്നവർ, ഇന്നലകളിൽ താന്തോന്നികളായി ജീവിച്ചവർ, ഇന്നലകളിൽ തെമ്മാടികളായും മോശപ്പെട്ടവരായും ജീവിച്ചവർ റമളാൻ വന്നിട്ട് പോലും നന്നാകാൻ സാധിക്കാതെ ഇന്നലകളിൽ എങ്ങനെയാണോ ജീവിച്ചത് അതേ രൂപത്തിൽ തന്നെ അവർ റമളാൻ എത്തിയപ്പോഴും ഒരു മാറ്റവുമില്ലാതെ അവർ കഴിയുന്നു. ഭാഗ്യമില്ലാത്തവർ, ഹതഭാഗ്യവാന്മാർ, ഭാഗ്യം നിഷേധിക്കപ്പെട്ടവർ, ഭാഗ്യം നഷ്ടപ്പെട്ടു പോയവർ ഇല്ലേ? അങ്ങനെ എത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റബ്ബേ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വത്തിലാവത്തിൽ ഖുർആൻ. റബ്ബേ, റമളാനിൽ ഞങ്ങളെ എത്തിച്ചാൽ മാത്രം പോരാ, ആ റമളാൻ മാസത്തിൽ ഞങ്ങൾക്ക് നോമ്പെടുക്കാനുള്ള ഭാഗ്യം തരണം. ഭാഗ്യമെന്ന് പറഞ്ഞ നോമ്പെടുക്കാനുള്ള അവസരങ്ങൾ തരണം, അതിനുള്ള ആരോഗ്യം തരണം, അതിനുള്ള മനസ്സ് തരണം. റബ്ബേ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാറ്റിവെച്ച് ഇന്നലകളിൽ പകൽ മുഴുവനും അതേ സിഗരറ്റ് വലിച്ച് നടന്നവനാണ്. ഇന്നലകളിൽ പകൽ മുഴുവനും റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചവനാണ്. ഇന്നലകളിൽ പകൽ മുഴുവനും തിന്നും കുടിച്ചും ജീവിച്ചവനാണ്. ഇന്ന് മുതൽ എനിക്കത് കഴിയുന്നില്ല, ഇന്ന് മുതൽ എനിക്കത് പറ്റുകയില്ല, ഇന്നെനിക്ക് പകൽ ഭക്ഷണം കഴിക്കാൻ കഴിയൂല, ഇന്ന് മുതൽ എനിക്ക് പകൽ വെള്ളം കുടിക്കാൻ കഴിയൂല, ഇന്ന് മുതൽ എനിക്ക് പകൽ സിഗരറ്റ് വലിച്ച് നടക്കാൻ കഴിയൂല, ഇന്നു മുതൽ എനിക്ക് പകൽ ഒരു വഖത്ത് പോലും മുടക്കാതെ അതേ എനിക്ക് നിസ്കരിക്കാതിരിക്കാൻ കഴിയൂല. ഇന്നു മുതൽ എനിക്ക് നന്നാകണം. കാരണം നീണ്ട ഒരു മാസത്തെ പരിശ്രമത്തിന്റെ കാലം പടച്ച തമ്പുരാൻ എനിക്ക് മുമ്പ് തന്നിരിക്കുകയാണ്, എനിക്ക് വേണ്ടി തന്നിരിക്കുവാൻ, നന്നാകാനുള്ള ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. എന്നെ ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 30 ദിവസം എന്നോട് ചോദിച്ചിരിക്കുകയാ എന്ന് ചിന്തിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഇച്ഛകളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട്, ഇന്നലകളിലെ ആഗ്രഹങ്ങളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു ജീവിതം നയിക്കാൻ പടച്ച റബ്ബേ, പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബിനോട് ദുആ തേടി നമ്മൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ റമളാൻ കൃത്യമായി ആസ്വദിക്കാനും കൃത്യമായി ആ റമളാനിനെ അനുഭവിക്കുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം നന്മകൾ, എന്തെല്ലാം നന്മകൾ! ഒരു നന്മയ്ക്ക് 10ഉം 70ഉം ഇരട്ടി പ്രതിഫലങ്ങളല്ലേ? ഒരു സുന്നത്തിന്, ഒരു ഫർളിന്റെ പ്രതിഫലമല്ലേ? ഇന്ന് നമ്മൾ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ അതിന് സുന്നത്തിന്റെ പ്രതിഫലം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ? എന്നാൽ ഒരു റമളാൻ മാസത്തിൽ ഒരു സുന്നത്ത് നമ്മൾ നിർവഹിക്കുമ്പോ ആ സുന്നത്തിന് നമുക്ക് ലഭിക്കുന്നത് ഫർളിന്റെ പ്രതിഫലമാണ്. അല്ലാഹുവേ റബ്ബേ, അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങൾക്ക് പരിശുദ്ധ റമളാൻ നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, റബ്ബേ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ വ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ നന്നായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നീണ്ട 11 മാസക്കാലം അല്ലാഹു തആല പരിശുദ്ധമായ സ്വർഗത്തെ അലങ്കരിക്കുകയായിരുന്നു. സ്വർഗത്തെ അല്ലാഹു തആല എത്ര ദിവസം കൊണ്ടാണ് അല്ലാഹു തആല അലങ്കരിച്ചത്? 11 മാസങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ അലങ്കരിക്കുകയാണ്. നല്ല കളർ ബൾബുകളും
അതുപോലെ വ്യത്യസ്തമായ നിറങ്ങൾ കൊടുത്ത് അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ സ്വർഗം, വിശ്വാസികൾ കിടക്കുന്ന സ്വർഗം, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗം, മുത്തഖീങ്ങൾക്ക് വേണ്ടി പണിയപ്പെട്ട ആ സ്വർഗം അല്ലാഹു തആല 11 മാസങ്ങൾ കൊണ്ട് അല്ലാഹു തആല അലങ്കരിക്കുകയാണ്. പരിശുദ്ധ റമളാൻ ഇങ്ങെത്തുമ്പോ ആ റമളാൻ എത്തുമ്പോ റമളാനിൽ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നിടുകയാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ പരിശുദ്ധ റമളാൻ എത്തുമ്പോ അല്ലാഹു തആല തുറന്നിടുകയാണ്. മാത്രമല്ല ആ സ്വർഗത്തിന്റെ കവാടത്തില് ഒരു മലക്കിനെ അല്ലാഹു തആല നിയമിക്കുകയാണ്, ഒരു ഡ്യൂട്ടി കൊടുക്കുകയാണ്. എന്താണ് ആ മലക്കിന്റെ ഡ്യൂട്ടി? സ്വർഗത്തിന്റെ വാതിലിൽ നിൽക്കുന്ന ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? ആ മലക്കിന്റെ ഡ്യൂട്ടി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ ജാഅ റമളാൻ, പരിശുദ്ധമായ റമളാൻ ശരീഫിങ് കടന്നു വന്ന ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിടപ്പെടുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ, ആ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ, ആ കവാടങ്ങൾ തുറന്നിടപ്പെടുകയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗ കവാടത്തിന്റെ മുന്നിൽ ഒരു മലക്കിനെ നിശ്ചയിക്കുകയാണ്. ആ മലക്കുകൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, യാ ബാഗിൽ ഖൈരി അഖ്ബിൽ വയാ ബാഗി ശർരി അഖ്സിറ. ആ മലക്ക് എന്താണ് വിളംബരം ചെയ്യുന്നത്? ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണ്? ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു, യാ ബാഗിൽ ഖൈരി, നന്മ ഉദ്ദേശിക്കുന്നവനെ, സ്വർഗത്തിൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്നവനെ, സ്വർഗം മോഹിക്കുന്നവനെ, ഈ സ്വർഗത്തിൽ ശാശ്വതമായി കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ, അഖ്ബിൽ, നിങ്ങളൊന്ന് മുന്നിട്ട് വരണേ. ഇന്നലകളിലെ തോന്നിവാസങ്ങളോ, ഇന്നലകളിലെ തെറ്റുകുറ്റങ്ങളോ, ഇന്നലകളിലെ അരുതായ്മകളോ എല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളൊന്ന് മുന്നിട്ട് വരണേ. തിന്മ ഉദ്ദേശിക്കുന്നവരെ, അടച്ചിടപ്പെട്ട നരകം കൊതിക്കുന്നവരെ, ആ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരെ, അഖ്സിർ, നിങ്ങളങ്ങോട്ടൊന്ന് മാറി നിൽക്കണേ. സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് സ്വർഗത്തിന്റെ മുമ്പിൽ അല്ലാഹു തആല നിർത്തിയിരിക്കുന്ന മലക്ക്. ആ മലക്ക് വിളിച്ചു പറയുന്ന വിളംബരം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. 1000 വർഷം ജീവിച്ചിരുന്ന ആദം നബി അലൈഹിസ്സലാം, എത്ര വർഷമാണ്? 1000 വർഷം ജീവിച്ചിരുന്ന മഹാനായ ആദം നബി അലൈഹിസ്സലാം എത്ര അമലുകൾ ചെയ്തു, എത്ര നന്മകൾ ചെയ്യാൻ സാധിച്ചു. ആ സ്വർഗത്തിന് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിച്ചു അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്. അതിനുശേഷം 950 വർഷം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിന് 950 വയസ്സ് വരെ ആയുസ് നീട്ടിക്കൊടുത്തു. ആ നൂഹ് നബി അലൈഹിസ്സലാം എന്തെല്ലാം നന്മകൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്നുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ചെയ്തു കൂട്ടി. 950 വർഷം വരെ ജീവിച്ചു അല്ലേ?
ഇദ്രീസ് നബി അലൈഹിസ്സലാം 800 വർഷം വരെ ജീവിച്ചവരുണ്ട്. അതേപോലെ 600 വയസ്സ് വരെ ജീവിച്ചവരുണ്ട്. 500 വയസ്സ് വരെ ജീവിച്ചവരുണ്ട്. 300 വയസ്സ് വരെ ജീവിച്ചവരുണ്ട്. 200 100 വയസ്സ് വരെ ജീവിച്ചവരുണ്ട്. ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നാര മുത്തു നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തുകളുടെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചില്ലയോ? 60ഉം 70ഓ വയസ്സ് വരെ ജീവിക്കുന്ന ഞാനും നിങ്ങളോ, വളരെ തുച്ഛമായ കാലം ജീവിക്കുന്ന ഞാനും നിങ്ങളോ, 100 വയസ്സിന് മുകൾ വരെ ജീവിക്കുന്ന, 100 വയസ്സ് പോലും എത്തുന്നില്ല, അതിനു മുമ്പേ മരണപ്പെട്ടു പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ 60 പോലും ഇന്ന് എത്തുന്നില്ല, 60 പോലും ഇന്നെത്തുന്നില്ല. എത്രയെത്ര ചെറുപ്പക്കാരാണ് ഈ അടുത്തിടെ മരണപ്പെട്ടു പോയത്. നാം ഓരോരുത്തരും നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ തന്നെ മരണപ്പെട്ടു പോയവരുടെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണേ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ വ്യത്യസ്തമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട്, അപകടങ്ങളിൽ അകപ്പെട്ടുകൊണ്ട്, അതേ മരണത്തിന് കീഴ്പ്പെട്ടുപോയ എത്രയെത്ര ചെറുപ്പങ്ങളാണ്, എത്രയെത്ര ബാല്യങ്ങളാണ്. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നമ്മളെ ചിന്തിച്ചു നോക്ക്, എത്ര ആളുകൾ അല്ലേ ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു. കൂടുതലും സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടു പോയവർ, നിൽക്കുന്ന നിൽപ്പിൽ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയവർ, നിൽക്കുന്ന നിൽപ്പിലാണ്. മനുഷ്യൻ മറ്റ് ഒരു ബേജാറുമില്ല, ഒരു കുറവുമില്ല, പണത്തിനോ ഒന്നിനും ഒരു കുറവുമില്ല. നിൽക്കുന്ന നിൽപ്പിനാണ് മനുഷ്യൻ പുറകോട്ട് മറിഞ്ഞു വീണ് അവനങ്ങനെ മരണത്തിന് കീഴ്പ്പെടുന്നത്. ചിലര് സ്ട്രോക്ക് വന്ന് അവർ വീണിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മരണപ്പെടുന്നു. മറ്റു ചിലർ ക്യാൻസറിന് അടിമപ്പെടുന്നു. ഇന്ന് പനി പോലെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമായി ക്യാൻസർ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ എവിടെ തിരിഞ്ഞാലും പനിയായിരുന്നു. അന്ന് കൂടുതലും പനിക്കാരായിരുന്നു, പനി എന്ന രോഗം ബാധിച്ചവരായിരുന്നു. ഇന്ന് പനിക്ക് പകരം വില്ലനായി മനുഷ്യനെ തേടിയെത്തുന്നത് ക്യാൻസർ എന്ന രോഗമല്ലേ? അല്ലാഹുവേ റബ്ബേ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ഞങ്ങളെ ഒന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, 1000 വർഷം ജീവിച്ച ആദം നബി അലൈഹിസ്സലാം, അതേപോലെ 980 വർഷം വരെ ജീവിച്ച നോഹ് നബി അലൈഹിസ്സലാം, അവരുടെയൊക്കെ കാലത്തുള്ള ആളുകൾ വലിയ വലിയ നന്മകൾ ചെയ്തിട്ടില്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലയോ? അല്ലാഹുവിന്റെ മാർഗത്തില് 1000 വർഷം അതേ പടപൊരുതിയ ശംഊനുൽ ഗാസിയെ പോലെയുള്ള ഒരുപാട് മഹത്തുക്കളില്ലയോ? നന്മകൾ വാരിക്കൂട്ടിയവരില്ലയോ? അല്ലാഹു തആല അറിവും ആയുസ്സും അമലും കുറഞ്ഞ നമുക്ക് നൽകിയ വലിയ ഒരു നേട്ടമല്ലയോ പരിശുദ്ധമായ റമളാൻ? മറ്റാർക്കും കൊടുക്കാത്ത, അവർക്കൊക്കെ ആയുസ് നീട്ടിക്കൊടുത്തിരുന്നു. വലിയ ആയുസ്, 1000, 950, 800, 600 ഒക്കെ ആയുസ്സും, ആ ആയുസ്സിൽ വളരെ കഷ്ടപ്പെട്ട അമലുകളും ഒക്കെ അല്ലാഹു തആല കൊടുത്തിരുന്നുവെങ്കിൽ ആയുസ്സും അമലും കുറഞ്ഞ നമുക്ക് റബ്ബ് തആല വർഷത്തിൽ ഒരു തവണ, ഒരു മാസം നമുക്ക് തന്നിരിക്കുകയാണ്. ആ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ പൂർവികർ 1000 വർഷം ചെയ്തതിനേക്കാൾ വലിയ പ്രതിഫലമാണ് ഈ ഒരു മാസം അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതല്ലേ വമ്പിച്ച ഓഫറുകളുടെ മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു ഓഫർ ഒരു മുൻഗാമികൾക്കും പടച്ച തമ്പുരാൻ കൊടുത്തില്ല. ഒരു മുൻകാലക്കാരായ പ്രവാചകന്മാർക്കും അവരുടെ ഉമ്മത്തുകൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമായ
റമളാൻ, പരിശുദ്ധമായ റമളാൻ അല്ലാഹുവേ റബ്ബേ നന്നായി ഉപയോഗപ്പെടുത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് സാധിക്കൂല. കാരണം മുഅ്മിനീങ്ങൾ എപ്പോഴും ആഖിറം രക്ഷപ്പെടാൻ പറ്റുന്ന എന്ത് സൽക്കർമ്മങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ച് കഴിയുന്നവരാണ്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോ ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോ ഇനി എന്ത് നന്മയാണ് എനിക്ക് ചെയ്യാൻ കഴിയുക, എന്റെ ആഖിറത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, എന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി എനിക്കിനി എന്ത് നന്മയാണ് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല നമ്മളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ. ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികളായ അഥവാ യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾ, വഅമിലുസ് സ്വാലിഹാതി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു, ധാരാളം സൽക്കർമ്മങ്ങൾ പെരുപ്പിക്കുകയും ചെയ്തു. കാനത് ലഹും, തീർച്ചയായും അവർക്കുണ്ട്, ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് സ്വർഗമുണ്ട്. എങ്ങനത്തെ സ്വർഗമാ? ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ട്. പൊന്നാര മുത്ത് നബിതങ്ങൾ കടക്കുന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. ആ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്കും കടക്കാൻ കഴിയുന്നു. എങ്ങനത്തെ മുഅ്മിനീങ്ങളാ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന. വിശുദ്ധ റമളാൻ മാസം ഇങ്ങടുത്തേക്ക് വരുമ്പോ അവന്റെ ശരീരവും മനസ്സും നന്നാക്കിയിട്ട് ഇബാദത്തുകൾക്ക് വല്ലാത്ത ആഗ്രഹം കൊടുത്തുകൊണ്ട് ഇബാദത്തുകൾക്ക് താല്പര്യം കാണിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുണ്ടല്ലോ, ആ മുഅ്മിനീങ്ങൾക്കും ആ ഫിർദൗസ് എന്ന സ്വർഗത്തില് കടക്കാനുള്ള അവസരം, ചാൻസ് അല്ലാഹു തആല കൊടുക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അതേ നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യണം, ദുർക്കർമ്മങ്ങളൊക്കെ മാറ്റിവെക്കണം, തിന്മകളൊക്കെ മാറ്റിവെക്കണം. എന്തെല്ലാം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നാം ഈ സെക്കൻഡ് വരെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിവെക്കണം. നന്നാകാൻ ശ്രമിക്കണം. നന്നാകാൻ വേണ്ടിയാണ് പരിശുദ്ധ റമളാൻ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. നന്നാകാൻ വേണ്ടി നമ്മൾ പ്രതിജ്ഞയെടുക്കണം, നല്ല പ്രതിജ്ഞ എടുക്കണം, നല്ല മനക്കരുത്തോടെ നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം നമ്മൾ. കാരണം നമുക്ക് ദുനിയാവല്ല വലുത്, ഏത് സമയത്തും ദുനിയാവിൽ നിന്ന് പോകാം. എപ്പോഴാണ് പോകുക എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ആ സമയത്ത് അതിനു മുമ്പേ നമുക്കൊന്ന് പ്രിപ്പയർഡ് ആകാമായിരുന്നു, ഒന്ന് തയ്യാറാകാമായിരുന്നു. ഗൾഫിലേക്ക് പോകുന്നയാള് അയാളുടെ ടിക്കറ്റ് നോക്കിയാൽ അയാളുടെ ഫ്ലൈറ്റ് ടൈം അയാൾക്ക് അറിയാൻ കഴിയും. എപ്പോഴാണ് ഫ്ലൈറ്റിലേക്ക് കയറേണ്ടത്, എപ്പോഴാണ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എല്ലാം കൃത്യമായി തന്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ ലഗേജ് പാക്ക് ചെയ്യാൻ കഴിയും, യാത്രയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടത്താൻ കഴിയും, അല്ലേ? എന്നാൽ ഖബറാകുന്ന അല്ലെങ്കിൽ ആഖിറമാകുന്ന ലോകത്തേക്കുള്ള യാത്ര, എന്റെയും നിങ്ങളുടെയും യാത്ര, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സംസാരം ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കതേ ഉറപ്പില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്നത്തേതായ ഗൗസുൽ വറ തസ്കിയ മജ്ലിസിൽ മുഴുവനായും പങ്കെടുക്കാൻ കഴിയും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂല. അല്ലാഹു നമ്മുടെ മജ്ലിസുകളും നമ്മളെയും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മൾ അല്ലേ, എപ്പോഴാണ് പോവുക എന്ന ആ ഒരു അറിവ് നമുക്കില്ല. ഏത് സമയത്തും പോകാം. അപ്പൊ പിന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് കിട്ടുന്ന അവസരം അങ്ങ് തയ്യാറാകാൻ വേണ്ടി നമ്മളൊക്കെ റെഡിയാക്കി വെക്കുക. ഏത് സമയത്തും വരുന്ന ആ വാഹനം നമ്മൾ വന്നാൽ സന്തോഷത്തോടെ കയറിപ്പോകണം.
സന്തോഷത്തോടെ നമുക്ക് കയറി പോകണം. ഏത് വാഹനം? നമ്മുടെ ഫ്ലൈറ്റ് ഏതാണ്? സന്തൂക്ക് എന്ന 6 വീലുള്ള വാഹനമാണ്. സന്തൂക്ക് എന്ന 6 വീലുള്ള ആ കട്ടില് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആളുകൾ ചുമന്നുകൊണ്ട് വരുന്നൊരു ദിവസമില്ലേ? അത് എന്നാണെന്ന് നമുക്കറിയില്ല. അതിനു മുന്നേ നമ്മൾ തയ്യാറായിരിക്കണേ. റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നന്നാകാൻ, നേരത്തെ റെഡിയായിരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ഗൾഫിലുള്ള ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ ഗൾഫിലുള്ള പ്രവാസികളോടൊന്ന് തേടണം. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവർ അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം ഇന്ന തീയതി നാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നൊരു വാർത്ത അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കഫീല് വന്ന് പറയാ, മോനെ നീ 1 വർഷമായില്ലേ, അടുത്ത മാസം ഇത്രാം തീയതി നാട്ടിലേക്ക് പോയിക്കോ, നിന്റെ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തു തരാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ ടിക്കറ്റ് ഫെയർ കുറവുള്ളത് നോക്കിയിട്ട് നമ്മൾ അടുത്ത മാസത്തിൽ ഒരു ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത മാസം ഒരു 10-ാം തീയതി അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി നാട്ടിലേക്ക് പോകുന്നു എന്ന ഒരു ഉറപ്പ് നമ്മുടെ കൽബിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചില പ്രവാസികൾ എന്ത് ചെയ്യുന്നറിയോ? എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോ, വെളിയിലേക്ക് ഇറങ്ങുമ്പോ കടകളിൽ കയറി ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിങ്ങനെ ആ റൂമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വെക്കും. റൂമിൽ മറ്റു കൂട്ടുകാരുണ്ടാവും. അതാർക്കാ? ഇതെന്റെ മൂത്ത മോൾക്കാണ്. 2-ാമത്തെ ദിവസം കൊണ്ട് ഇതെന്റെ ഇളയ മകൾക്കാണ്. 3-ാമത്തെ ദിവസം കൊണ്ട് എന്റെ പൊന്നുമോനാണ്. അത് നിന്റെ ഭാര്യക്കൊന്നും വാങ്ങിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അടുത്ത ദിവസം പോയിട്ട് ഭാര്യയ്ക്ക് നല്ലൊരു കുപ്പായം, നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കുകയാണ്. ഉമ്മാക്ക്, വാപ്പാക്ക്, ഇങ്ങനെ ഓരോരുത്തർക്ക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് അവന് കിട്ടിയ ദിവസങ്ങളൊക്കെ മേടിച്ച്, സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ അടുപ്പിക്കുകയാണ്. കാരണം അടുത്ത മാസം ഇന്ന ഡേറ്റിൽ അവന് പോകണം, ഈ നാട്ടിൽ നിന്ന് പോകണം, അവന്റെ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്ന ആ ഒരു ഉറപ്പ് അവന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവൻ എന്ത് ചെയ്യാ? കിട്ടുന്ന സമയങ്ങളൊക്കെ പകൽ ഡ്യൂട്ടിക്ക് പോകും, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടൈം രാത്രി കുറച്ച് ഉറക്കം മാറ്റിവെച്ചിട്ടായാലും വേണ്ടില്ല, രാത്രിയിലും കൂട്ടുകാരെയും വിളിച്ചിട്ട് അവനിങ്ങനെ പർച്ചേസിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് മറന്നുപോയ സാധനം ഓർത്തെടുത്ത് വീണ്ടും വാങ്ങിച്ച് അവന് കൊണ്ടുപോകാൻ അലോടുള്ള 30 കിലോ അല്ലെങ്കിൽ 40 കിലോ എത്രയാണോ അത്രയും അവനിങ്ങനെ വാങ്ങിച്ചു കൂട്ടിയിട്ട് വീണ്ടും അവൻ കെട്ടിവെച്ചിട്ട് അവൻ തൂക്കി നോക്കുകയാണ്. തൂക്കം കൂടി പോയോ, തൂക്കം കുറഞ്ഞോ എങ്കിൽ കുറച്ച് സാധനം കൂടി വാങ്ങിക്കാലോ. അവൻ വീണ്ടും വാങ്ങിച്ച് അവന്റേതായ ലഗേജ് കെട്ടിവെക്കുകയാണ്. അതേ യാത്രയുടെ ഡേറ്റ് എത്തിയപ്പോ പിന്നെ അതും ചുമന്നുകൊണ്ടവൻ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ ഈ ലഗേജുമായി വന്നപ്പോ വീട്ടുകാർക്ക് എന്തൊരു സന്തോഷമാണ്, ഭാര്യയ്ക്ക് എന്തൊരു സന്തോഷമാണ്. ഓരോന്ന് പൊട്ടിച്ചെടുത്ത് മക്കളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. മോനെ ഇത് നിനക്കുള്ളതാടാ, മോളെ ഇത് നിനക്കുള്ളതാണ്. ഭാര്യനെ വിളിച്ചിട്ട് ഇതിന് നിനക്ക് സെപ്പറേറ്റ് ഉള്ളതാണ്. ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് അതേ സമ്മാനങ്ങള്, പൊതികള് അവന്റെ ലഗേജ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ അവർക്ക് എന്തൊരു സന്തോഷമാണ്. അത് ചെറിയ സാധനമാണെങ്കിലോ വലിയ സാധനമാണെങ്കിലോ ഉപ്പച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് കരുതിയിട്ട് എന്ത് സന്തോഷത്തോടെയാണ് ഇവരൊക്കെയും ഇത് ഏറ്റുവാങ്ങിക്കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് താൽക്കാലികമായ ദുനിയാവിലെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്വദേശമാകുന്ന ആഖിറത്തിലേക്കുള്ള ഒരു യാത്ര, ആ യാത്രയിൽ ഇടവേളയാകുന്ന ഖബറിൽ അല്പനേരം കഴിയുന്നു, വീണ്ടും അവിടെ നിന്ന് ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ലഗേജാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തയ്യാറാക്കി വച്ചിരിക്കുന്നത്. യാത്രയുടെ ഡേറ്റ് അറിയാ
കഴിയാത്ത നമ്മള് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് പറ്റുന്ന ലഗേജുകൾ, അതേ ആ ലഗേജുകൾ വാങ്ങിക്കൂട്ടേണ്ടയോ? വേണ്ടുന്ന ലഗേജുകൾ, പറ്റുന്ന ലഗേജുകൾ സമയബന്ധിതമായി സമയം പോലെ നമുക്കൊന്ന് വാങ്ങിച്ചു കൂട്ടി വെക്കേണ്ടയോ? ഇത് ഖബറിൽ കിടക്കുമ്പോ സ്വസ്ഥത ലഭിക്കാൻ, ഇത് മുൻകർ നക്കീർ വരുമ്പോ സ്വസ്ഥത ലഭിക്കാൻ, ഇത് ഖബറിലേക്ക് മലായിക്കത്തുകൾ ഇറങ്ങി വരുമ്പോ എനിക്ക് സ്വസ്ഥമായി സന്തോഷത്തോടെ കിടക്കാം. ഇതെനിക്ക് ഖബറിൽ നിന്ന് ആഖിറത്തിലേക്ക് പോകുമ്പോ എനിക്ക് ഉപകരിക്കാം. ഇതെനിക്ക് എന്റെ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോ എന്റെ നന്മയുടെ തുലാസിന് തൂക്കം കൂടാൻ, ഇതെന്റെ കിതാബുകൾ നൽകപ്പെടുമ്പോ ആ കിതാബ് എന്റെ വലത് കൈയിൽ ലഭിക്കാൻ, ഇതെനിക്ക് മീസാൻ എന്ന അതേ തുലാസിൽ ഭാരം കൂടാൻ, ഇതെനിക്ക് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ കടന്നു പോകുമ്പോ എനിക്ക് മിന്നൽ വേഗത്തിൽ പാലത്തിലൂടെ കടന്നു ചെല്ലാൻ, ഇതെനിക്ക് സ്വർഗത്തിൽ കടക്കാൻ, ഇതെനിക്ക് എന്റെ പടച്ചവനെ ഒന്ന് കാണാൻ, ഇതെനിക്ക് എന്റെ പൊന്നാര മുത്തു നബിയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി, ആഖിറത്തിന്റെ സന്തോഷത്തിന് വേണ്ടി അമലുകളുമായി ചെല്ലുമ്പോ മലായിക്കത്തിന് എന്തൊരു സന്തോഷമോ, പടച്ചതമ്പുരാൻ എന്തൊരു സന്തോഷമോ, പൊന്നാര മുത്തു നബി തങ്ങൾക്ക് എന്തൊരു സന്തോഷമോ. ഞാൻ അമലുകളുമായി ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ, സ്വീകാര്യയോഗ്യമായ നല്ല നിസ്കാരങ്ങളുമായി ചെല്ലുമ്പോ, നല്ല ഇബാദത്തുകളുമായി ചെല്ലുമ്പോ, നല്ല നോമ്പുകളുമായി ചെല്ലുമ്പോ, നല്ല ദാനധർമ്മങ്ങളുമായി ചെല്ലുമ്പോ, നല്ല സ്വതക്കകളുമായി ചെല്ലുമ്പോ, നല്ല സക്കാത്തുകളുമായി ചെല്ലുമ്പോ, നല്ല ദിക്റുകളും നല്ല സ്വലാത്തുകളുമായി ആഖിറത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ, ആഖിറത്തിലുള്ളവർക്ക് അഥവാ മലായിക്കത്തുകൾക്ക് എന്തൊരു സന്തോഷമാണ്, എന്തൊരു സന്തോഷമാ. എന്നെ അങ്ങ് സ്വീകരിച്ചു കൊണ്ടുപോകുമല്ലോ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് ചിന്തിച്ചുകൂടെ? അല്ലാഹുവേ റബ്ബേ, ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങൾ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ, മലായിക്കത്തുകളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ വ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ എത്തുന്നതിന് മുമ്പായി റമളാൻ മുന്നൊരുക്കം, റമളാനിന് വേണ്ടി തയ്യാറെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസത്തെയും നമ്മുടെ രാവിലത്തെ മജ്ലിസിൽ, ഇനിയുള്ള മജ്ലിസിൽ റമളാനിനെ കുറിച്ച്, റമളാനിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർഡ് ആകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നടക്കുന്നത്. അല്ലാഹു നമുക്ക് പറയാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.